മമ്മി ഞാൻ വരൂ. ഡാഡി അവർ രണ്ടാളും എന്നോട് ഒന്നും മിണ്ടിയില്ല. നീ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. എന്ത് പാരന്റ്സ്, എന്ത് ബന്ധം. മറഡോണ പഠിക്കാത്തവൻ, തെമ്മാടി, ഫൂൾ. അറിയോ, +2 വരെ ഞാൻ നന്നായി പഠിച്ചിരുന്നവനാ. എന്താ +2 കഴിഞ്ഞപ്പോ നിന്റെ തലച്ചോറ് ആവിയായി പോയോ? ഇല്ല, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ആവിയായിപ്പോയി. 10th പാസ്സായ കമ്പ്യൂട്ടർ, +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ ബൈക്ക്. ഇതൊക്കെയായിരുന്നു ഡാഡിയുടെ വാഗ്ദാനങ്ങൾ. ഒന്നും വാങ്ങി തന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറും ബെഡായിക്കാരൻ മാത്രമായി. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഉണ്ടാവാം എന്ന് വെച്ച് ഞാൻ എനിക്ക് ചെരുപ്പ് കിട്ടിയാൽ ഇടാതെ നടക്കണം. ഡിഗ്രിക്ക് ചേരാൻ നേരത്ത് കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ. അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് ആ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്. റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുങ്ങും. അപ്പൊ മൂസാക്ക അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിനും കൊള്ളാത്തൊരു വരം. Mr. Khader Musa is making an attempt to break the 8-minute breath-holding world record. So all the best to Mr. Khader Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ സർ, ഇവിടെ അടുത്തുള്ള കൈവരിപ്പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ. ഖാദർ മൂസയ്ക്ക് അല്ലേ? സർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താണ് നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? എന്തായാലും നമുക്ക് കൈവരിപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് നേർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്റെ പൊന്നു സാറേ, ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ഫയർഫോഴ്സ്. അപ്പൊ ചട്ടിത്തൊപ്പിക്കാരോ? ഓക്കെ.
Mr. Kader Musa has broken the previous record. Mr. Kader Musa has set a new record, a time of 9 minutes and 10 seconds. മറഡോണ, സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്? മൂസാക്ക ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. മറഡോണ, എന്താ സംഭവിച്ചത്? മൂസാക്കയ്ക്ക് അപകടം പറ്റിയെന്ന് കരുതിയാ ഞാൻ ചാടിയത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും മൂസാക്ക പൊങ്ങി വന്നു. ഞാൻ പുഴയിൽ ചാടിയതുകൊണ്ടല്ലേ മൂസാക്കാനെ ഏഞ്ചൽ രക്ഷിച്ചത്. അല്ലെങ്കിലും ഞാൻ മൂസയെ രക്ഷിക്കുമായിരുന്നു. കാരണം നിനക്ക് തന്ന വരമാണത്. എന്നിട്ട് ആദ്യം രക്ഷിക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിഷമം തോന്നിയോ? നിന്നോട് വെറും 5 ദിവസം പരിചയമുള്ള ഞാൻ നീ പറഞ്ഞ ഒരു കാര്യം കേൾക്കാഞ്ഞപ്പോ നീ വിഷമിച്ചെങ്കിൽ വർഷങ്ങളായി നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ നീ അവരെ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും? മറഡോണ, look at me. ശശി, ബൈക്ക് മേടിച്ചു കൊടുക്കാഞ്ഞിട്ട് മോൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹള. എന്റെ ജോസഫെ, +2 പാസ്സായെന്ന് കരുതി ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അവന് സയൻസ് ഗ്രൂപ്പ് വേണമെന്നാ പറയുന്നേ. എന്റെ ജോസഫ് സാറേ, നമ്മളൊക്കെ ഈ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അവനെ കൊണ്ടുപോയി സയൻസിൽ ചേർത്തിട്ട് എന്താ കാര്യം? വല്ല ബികോമിന് ചേർക്കൂ. ഇന്റർനെറ്റ് കഫേ തുടങ്ങാനുള്ള പൈസ കൊടുത്തേക്ക്. ഞാൻ അറിഞ്ഞൂന്ന് അവൻ അറിയണ്ട. എന്നോടുള്ള വാശി കൊണ്ടെങ്കിലും അവൻ നന്നായ മതി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം തന്നെ നീ ഇതൊക്കെ അറിയണമെന്ന് എനിക്ക് തോന്നി. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. ശരിയാ, ഞാനത് മറന്നുപോയി. നാളെ നമുക്ക് ഡാഡിയും മമ്മിയും സോഫിയും മറ്റെല്ലാരെയും വിളിച്ച് ആഘോഷിക്കണം. നാളെ നിനക്ക് 22 വയസ്സ് തികയും. അതെ, നിന്റെ ആയുസിന്റെ 1/3 നാളെ പൂർത്തിയാകും. ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും. ഇതാണ് എനിക്ക് വേണ്ടത്. നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അപ്പോ നാളെ രാത്രി 12 മണിയോടെ നിന്റെ ആയുസ് തീരും. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ തിരഞ്ഞെടുത്ത നിന്റെ വിധിയാണിത്. ഒരു 12 വയസ്സുകാരൻ പയ്യന്റെ കയ്യാൽ നീ കുത്തേറ്റ് മരിക്കും.
പ്രിയമുള്ളവരെ, ലിംക റെക്കോർഡ് നേടിയ ശ്രീ ഖാദർ മൂസയെ ഈ കോളനി നിവാസികൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനത്തോടൊപ്പം ഒരു നന്ദി പ്രകടനത്തിനുകൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് മറ്റൊരാളുമല്ല, മറഡോണയോടാണ്. സിനിമയ്ക്കായി ഒരു നല്ല കഥ തേടി അലഞ്ഞ എനിക്ക് സുന്ദരമായ ഒരു കഥ കിട്ടിയത് മറഡോണ മൂലമാണ്. ഒരുപാട് നാള് സൂപ്പർ താരങ്ങളുടെ പുറകെ ഒരു ഡേറ്റിനായി ഞാൻ അലഞ്ഞിട്ടുണ്ട്. പല കഥകൾ പറഞ്ഞെങ്കിലും ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. മറഡോണയുടെ കഥ സുഹൃത്തായ വൺ മിസ്റ്റർ ഏഞ്ചൽ ജോൺ ആണ് എന്റെ മകൾ സോഫിയോട് പറഞ്ഞത്. താങ്ക് യു മറഡോണ, താങ്ക് യു വെരി മച്ച്. Maradona, please come to the stage. മൂസയ്ക്ക്, അതായത് എനിക്ക് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോലും അപകടത്തിലാകുന്ന കളികൾക്ക് ഇറങ്ങിയത് ലിംക റെക്കോർഡിൽ പേര് നേടി ഷൈൻ ചെയ്യാനായിരുന്നില്ല. മറിച്ച് നിസാര വഴക്കിന്റെ പേരിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യ സീനത്ത് ഞാൻ പ്രശസ്തനാകുന്നത് കണ്ട് നഷ്ടബോധം തോന്നി തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ്. ഇന്നലെ തന്നെ എൻ്റെ സീനത്ത് എന്നെ വിളിച്ചു. ഇപ്പൊ 2 അവാർഡ് കിട്ടി മൂസയ്ക്ക്. ഒന്ന് ലിംക, പിന്നെ എൻ്റെ സീനത്ത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്നേഹിച്ച ഇവനുണ്ടല്ലോ, ഈ മറഡോണ. എൻ്റെ കുഞ്ഞനുജനാണിവൻ, ഈ മൂസാക്കയുടെ കുഞ്ഞനുജൻ. മറക്കൂല, ഒരു കാലത്ത് മൂസ മറക്കൂല. എന്റെ ഡാഡി പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. അടുത്ത കാലത്തായി ഞാനൊരു ചന്ദനമരം ചാരി. ആ ചന്ദനത്തിന്റെ സുഗന്ധം എന്നിൽ നിറയുകയും ചെയ്തു. അതെ, ചന്ദനം എന്നിൽ പെയ്യുകയാണ്.